മാർച്ച് 19 വ്യാഴാഴ്ച. മത്തായി 1:16, 18 മുതൽ 21, 24 വാക്യങ്ങൾ. ഇന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ തിരുനാൾ നാം ആഘോഷിക്കുകയാണ്. എളിമയുള്ള, നീതിമാനായ, ദൈവഭക്തനായ പരിശുദ്ധ മറിയത്തിൻ്റെ ഭർത്താവായിരുന്നു വിശുദ്ധ യോസഫ്. ജോസഫും സാറായുടെ ഭർത്താവായ അബ്രാഹവും തമ്മിൽ ശ്രദ്ധേയമായ ഒരു സാമ്യമുണ്ട്. ഇരുവരുടെയും വിശ്വാസം അങ്ങേയറ്റത്തെ പരിധിവരെ പരീക്ഷിക്കപ്പെട്ടു. സാറായിൽ നിന്ന് അബ്രാഹാമിന് ഒരു മകൻ ജനിക്കുമെന്ന് ദൈവം അബ്രാഹാമിനോട് പറഞ്ഞു. സാറായിക്ക് കുഞ്ഞിനെ പ്രസവിക്കാൻ പ്രായം കഴിഞ്ഞിരുന്നു. സാറായിക്കൊരു മകനെ തന്നിൽ നിന്ന് ലഭിക്കുമെന്ന് വിശ്വസിക്കാൻ അബ്രാഹത്തിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വിശ്വാസം ആവശ്യമായിരുന്നു. അതുപോലെ തൻ്റെ ഭാര്യയായ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാണെന്ന് ജോസഫ് പറയുന്നു. ഗർഭധാരണം പരിശുദ്ധാത്മാവിൽ നിന്നാണെന്ന് വിശ്വസിക്കാൻ ജോസഫിൻ്റെ ഭാഗത്തു നിന്ന് വലിയ വിശ്വാസം ആവശ്യമായിരുന്നു. അബ്രാഹവും യൗസേപ്പും വിശ്വസിച്ചു. അവരുടെ വലിയ വിശ്വാസത്തിന് ദൈവം പ്രതിഫലം നൽകി. ഒരു നിമിഷം ആശയക്കുഴപ്പത്തിലും ശാന്തമായ വേദനയിലും അവർ ഒരുമിച്ച് ജീവിക്കുന്നതിന് മുമ്പ് മറിയം ഗർഭിണിയാണെന്ന് ജോസഫ് കണ്ടെത്തിയപ്പോൾ അവൻ നിശബ്ദമായി അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ്റെ ഹൃദയം നീതിയുടെയും അതേസമയം മനുഷ്യത്വമുള്ളതുമായിരുന്നു. ഒരുപക്ഷെ പല ചോദ്യങ്ങളും അനിശ്ചിതത്വവും സങ്കടവും നിറഞ്ഞതായിരിക്കാം. എന്നാൽ ദൈവം തൻ്റെ കാരുണ്യത്താൽ ജോസഫിനെ ഇരുളിൽ വിട്ടില്ല. ഒരു സ്വപ്നത്തിൽ കർത്താവിൻ്റെ ദൂതൻ അവന് പ്രത്യക്ഷപ്പെട്ടു. ആ പുണ്യ നിമിഷത്തിൽ ജോസഫ് ശ്രവിച്ചു. ഭയത്തോടെയല്ല, വിശ്വാസത്തോടെ. സ്വാർത്ഥാഭിമാനത്തോടെ അല്ല, പിന്നെയോ വിശ്വാസത്തോടെ. അവൻ ദൈവത്തിൻ്റെ ശബ്ദത്തിന് തൻ്റെ ഹൃദയം തുറന്നു. അവൻ്റെ അനുസരണ നിമിത്തം വേർപിരിയലിലേക്ക് നയിച്ചേക്കാമായിരുന്ന ഒരു ദാമ്പത്യ ബന്ധം രക്ഷയുടെ കഥയായി മാറി. നമ്മുടെ ആധുനികവും വേഗതയേറിയതുമായ ലോകത്ത് നമ്മളും തെറ്റിദ്ധാരണയുടെയും വേദനയുടെയും സംശയത്തിൻ്റെയും നിമിഷങ്ങളെ അഭിമുഖീകരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ബന്ധങ്ങളിൽ പലപ്പോഴും നമ്മൾ വേഗത്തിൽ വിധിക്കും. നമ്മുടെ അഹങ്കാരം, കോപം, മുറിവേറ്റ വികാരങ്ങൾ എന്നിവ നിയന്ത്രണം നഷ്ടപ്പെട്ട് നമ്മെ ഭരിക്കും. ഇക്കാരണത്താൽ നമുക്ക് ക്ഷമിക്കാൻ മനസ്സില്ലായ്മ, മനസ്സിലാക്കാനുള്ള ക്ഷമ കുറയുന്നു. കേൾക്കാനുള്ള ക്ഷമയില്ല, പരസ്പരം മാത്രമല്ല ദൈവത്തെയും. എന്നിട്ടും ദൈവം നമ്മോട് സംസാരിക്കുന്നത് തുടരുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ നിശബ്ദതയിലും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലും നമ്മുടെ പോരാട്ടങ്ങൾക്കിടയിൽ പോലും നമ്മളോട് ക്ഷമിക്കപ്പെട്ടതുപോലെ ക്ഷമിക്കാനും ന്യായവിധിക്ക് പകരം അനുകമ്പ കാണിക്കാനും പൂർണ്ണമായി മനസ്സിലാക്കാത്തപ്പോൾ പോലും വിശ്വസിക്കാനും അവൻ്റെ ശബ്ദം നമ്മെ സൗമ്യമായി ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മോട് സംസാരിക്കുമ്പോൾ നിശബ്ദതയിലോ നമ്മുടെ വെല്ലുവിളികളിലോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ രീതികളിലോ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മുടെ അഹങ്കാരം ഉപേക്ഷിച്ച് നമ്മൾ ആസൂത്രണം ചെയ്യാത്തൊരു പാത പിന്തുടരാൻ ആവശ്യപ്പെടുമ്പോൾ പോലും ജോസഫിനെ പോലെ
ദൈവത്തിൻ്റെ ഇംഗിതം മനസ്സിലാക്കാനും വിശ്വസിക്കാനും അനുസരിക്കാനും നമ്മൾ തീരുമാനിക്കുമോ? എല്ലാവർക്കും ഇന്നത്തെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.